بسم الله الرحمن الرحيم. ദുബൈയിൽ നിന്ന് റെനീസിൻ്റെ ചോദ്യം, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ സിംഹാസനം വെള്ളത്തിന് മുകളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജലം പ്രപഞ്ചത്തിലല്ലായിരുന്നോ? വിശദീകരിക്കാമോ എന്നാണ്. പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദിലെ 7-ാമത്തെ വചനത്തിൽ അർശിനെക്കുറിച്ച് പറയുമ്പോൾ അത് ജലത്തിന് മുകളിലാണ്, കാന അലൽ മാഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിനകത്തുള്ള ഇതാണല്ലോ ഇപ്പോൾ ജലം, അപ്പോൾ ഇത് പ്രപഞ്ചത്തിന് പുറത്താണോ എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല. ബുദ്ധിക്ക് യോജിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കാൻ കഴിയാത്തതാണ്. പ്രപഞ്ചം ഉണ്ടാകുന്നത് മുതൽ, ബിഗ് ബാങ് മുതൽ മാത്രമാണ് നമുക്ക് ശാസ്ത്രീയമായി കണക്കാക്കാനോ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ എല്ലാം നിർവാഹമുള്ളൂ. അതിനു മുൻപുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അർശിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അർശ് എങ്ങനെയുള്ളതാണ്? അർശ് എന്ന് പറഞ്ഞാൽ സിംഹാസനം എന്നാണ് നേർക്ക് നേരെ പരിഭാഷപ്പെടുത്താൻ പറ്റുന്നത്. അതെങ്ങനെയാണ്? ഭൂമിയിലെ എന്തിനെങ്കിലുമായി താരതമ്യം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സിംഹാസനമുണ്ട്, അർശുണ്ട് എന്ന് പടച്ചോൻ പറഞ്ഞു, അത് നമ്മൾ മനസ്സിലാക്കി. അതിനപ്പുറത്തൊന്നുമില്ല. കുർസിയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. കുർസിയെ കുറിച്ച് പറയുമ്പോൾ കുർസിയുണ്ട് എന്ന് മനസ്സിലാക്കി, അതിനപ്പുറത്ത് നമുക്കറിയില്ല. ഇതെല്ലാം പ്രപഞ്ചാതീതമായ യാഥാർത്ഥ്യങ്ങളാണ്. ഇതേപോലെ തന്നെയാണ് അർശ് നിലനിന്നു എന്ന് പറയുന്ന വെള്ളം, മാഗ്. ആ മാഗിന് H2O ആണോ? തീർച്ചയായും അല്ല. H2O പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ചേർന്ന വെള്ളം. പരിശുദ്ധ ഖുർആനിൽ തന്നെ ജലമെന്ന് അതല്ലാത്ത പലതിനും വിളിച്ചിട്ടുണ്ട്. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്. ഖുർആനിലെ 86-ാമത്തെ അധ്യായം സൂറത്ത് താരിഖിലെ 6-ാമത്തെ വചനമാണ്. അത് ശുക്ലത്തെക്കുറിച്ചാണ് വെള്ളം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ശുക്ലത്തെക്കുറിച്ച് അല്ലെങ്കിൽ അണ്ടദ്രാവകത്തെക്കുറിച്ച് എല്ലാം ജലമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അത് H2O ആണെന്ന് അർത്ഥമല്ല, ദ്രാവക രൂപത്തിലുള്ള എന്തോ ഒന്ന്. അതേപോലെ തന്നെ സിംഹാസനം ദ്രാവക രൂപത്തിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ സിംഹാസനം അള്ളാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടിയായ ദ്രാവകത്തിൻ്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് മുൻപുള്ള കാര്യം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് ശേഷം അതെങ്ങനെ, എന്ത്, പ്രപഞ്ച സൃഷ്ടി എങ്ങനെ, ഇതൊന്നും നമുക്കറിയില്ല. നമുക്കറിയില്ല എന്നത് മതം പറയുന്നത് കൊണ്ട് മാത്രമല്ല, ശാസ്ത്രീയമായും നമുക്കറിയാൻ യാതൊരു മാർഗവുമില്ല എന്നുള്ളതാണ് വാസ്തവം. അത് മനസ്സിലാക്കുക. നമ്മുടെ അറിവുകേടുള്ള സ്ഥലത്ത് അറിവുകേടിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വെള്ളം എന്ത് എന്ന് വ്യാഖ്യാനിക്കാൻ നിൽക്കേണ്ടതില്ല. വെള്ളം എന്ത് എന്ന് മനസ്സിലാക്കാൻ സാധ്യവുമല്ല. കാരണം പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപുള്ളതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രപഞ്ചാതീതമാണ് എന്ന് മനസ്സിലാക്കുക.